മാതാപിതാക്കന്മാർ, മാതാക്കൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിനു ജോസഫ് അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ രാത്രി ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ഈ രാത്രി പിന്നെയും ദൈവത്തിൻ്റെ നല്ല നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാരിയാൽ ദൈവം നമ്മെ നിറയ്ക്കേണ്ടതിന് തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിനു ജോസഫ് അവറുകൾ നമ്മോട് ദൈവവചനം ശുശ്രൂഷിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കർത്താവ് നൽകിയ ഈ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, പ്രിയ TM കോശി പാസ്റ്റർ, പ്രിയ ദേവദാസിൻ്റെ കുടുംബം, പ്രിയ ജോബിൻ ജോസഫ് പാസ്റ്റർ, പ്രിയ ദേവദാസിൻ്റെ കുടുംബം, പ്രിയ ഫെഡിനൻ തോമസ് പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ മാസം ഹല്ലേലൂയ ആലയത്തിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയായി ഹല്ലേലൂയ പ്രാരംഭ ഈ സെഷനെ നമുക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില നിമിഷങ്ങൾ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്കായിരിക്കാം. വളരെ ശാന്തമായി ചില വചനഭാഗങ്ങളെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. നാം വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ പ്രസംഗ വിഷയമല്ല, എന്നാൽ ഞാൻ ആമുഖമായി നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ ഇസ്രായേലിന് വന്ന തകർച്ചയെ നോക്കി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആലയമുള്ള ഒരു ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇന്ന് പ്രവാസത്തിലേക്ക് കടന്നുപോയി. ദൈവം ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഒരിക്കലിറങ്ങിയ ആലയം തകർന്നുപോയി. നിരവധി പ്രിയപ്പെട്ടവർ കൊല്ലപ്പെട്ടു. പലരും അടിമകളായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. ഈ തകർച്ചകളുടെ കാരണം എന്താണെന്ന് യിരെമ്യാ പ്രവാചകൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ മലിനത ഉടുപ്പിന്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. മതി, അവൾ ഭാവികാലം ഓർത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേലിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ ഇടയിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം അവൾ ഭാവി കാലത്തെ ഓർത്തില്ല. ഹല്ലേലൂയ. ഷീ ഡിഡ് നോട്ട് കൺസിഡർ ഹെർ ഫ്യൂച്ചർ. അവളുടെ ഭാവിയെപ്പറ്റി, ഭാവി കാലത്തെ പറ്റി ജനം ചിന്തിച്ചില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നോക്കിയാൽ നാം എല്ലാ കാര്യം ഭാവി കാലത്തെ കണ്ടുകൊണ്ടാണ് ഓരോ തീരുമാനമെടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നാം ഭാവിയെ ഓർത്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12-ാം ക്ലാസ് വരെ നന്നായി പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഹല്ലേലൂയ. അവിടെ പഠിച്ചാൽ തുടർ പഠനത്തിലുള്ള സാധ്യതകൾ തുറന്നു വരണം. ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചാണ് നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത്. ഒരു സ്ഥലം നാം വാങ്ങുമ്പോൾ, ഒരു വീട് വാങ്ങുമ്പോൾ, ഒരു വീട് വിൽക്കുമ്പോൾ, ഒരു സ്ഥലം നാം കൊടുക്കുമ്പോൾ, ഇതെല്ലാം വളരെ ചിന്തിച്ച് വളരെ ഹല്ലേലൂയ നിർണായകമായ തീരുമാനങ്ങളെല്ലാം നാം ഭാവിയെപ്പറ്റി വളരെ ചിന്തിച്ചാണ് തീരുമാനമെടുക്കുന്നത്. എന്നാൽ നാം ആത്മീക വിഷയങ്ങളെപ്പറ്റി ഹല്ലേലൂയ ഈ ഭാവി കാലത്തെപ്പറ്റി നാം ഓർക്കാറുണ്ടോ? ഹല്ലേലൂയ. നാം ദൈവവചനം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ കാലത്ത്, യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് 1-2 വർഷങ്ങളിലല്ല ദൈവം അവരോട് സംസാരിച്ചത്. 40-50 വർഷങ്ങളിൽ അവർ ദൈവജനത്തോട് പ്രവചിച്ചു. നിങ്ങൾ ക്രമപ്പെട്ടില്ല എങ്കിൽ, ദൈവവചനത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു വന്നില്ല എങ്കിൽ, നിങ്ങൾ വിഗ്രഹാരാധനയെ വിട്ടൊഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് നിരന്തരമായി പറഞ്ഞിട്ടും അവരെന്ത് ചെയ്തില്ല? ആ വാക്കിന് ചെവി കൊണ്ടില്ല. അത് അവരുടെ ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നാം എല്ലാ മാസവും ഉപവസിക്കുന്നവരാണ്. ഞങ്ങളുടെ സഭയിൽ 2 മാസത്തിൽ ഒരിക്കലാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കുന്നവരുണ്ട്, നാം ഞായറാഴ്ച ഒരു നേരം ഉപവസിക്കുന്നവരുണ്ട്. ഈ ഉപവാസങ്ങളെല്ലാം നമ്മുടെ ഭാവിയെപ്പറ്റി നാം ചിന്തിച്ചാണോ നാം ഉപവസിക്കുന്നത് എന്ന് ഈ ഉപവാസത്തിൻ്റെ പ്രാരംഭ സമയം നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട നിരവധി ഉപവാസങ്ങളെ ദൈവവചനം പഠിക്കുമ്പോൾ
നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എസ്ര 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും എസ്ര ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുകയാണ്. അത് ഇന്നത്തെ സുഖത്തിന് വേണ്ടിയല്ല. രാജാവ് ചില നന്മകളെ എസ്രയ്ക്ക് നൽകി, അതും കൊണ്ട് മടങ്ങിപ്പോയി ചില പണികൾ ചെയ്യുവാൻ പറയുകയാണ്. എന്നാൽ എസ്രയ്ക്ക് അറിയാം ആ യാത്ര വളരെ ദുർഘടമാണ്. ചില മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര. ആ നന്മയുമായി അവിടെ പോകുമ്പോൾ ആരെങ്കിലും കൊള്ളയിടുവാനോ എന്തെങ്കിലും ആപത്തുകളൊക്കെ വരുവാൻ സാധ്യതയുണ്ടെന്ന് എസ്ര തിരിച്ചറിഞ്ഞപ്പോൾ എസ്ര എന്താണ് ചെയ്തത്? തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി തങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സമ്പത്തിനും ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? താൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഉപവസിക്കുമ്പോൾ നമ്മൾ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കണം. ദുർഘടമായ ഒരു യാത്ര, അപകടങ്ങൾ നിറഞ്ഞ ഒരു യാത്ര നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവം രാജാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ചില നന്മകൾ എസ്രയ്ക്ക് കൊടുത്തു. അതോടെ ദൈവപ്രവൃത്തി അവിടെ അവസാനിച്ചു എന്നല്ല എസ്ര വിചാരിച്ചത്. പകരം തന്നെ താഴ്ത്തി ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം, ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജേണി, ഒരു ശുഭയാത്ര വേണമെന്ന് താൻ തിരിച്ചറിഞ്ഞു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മറ്റൊരു ഉപവാസത്തെ യോനയുടെ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാം. യോന നിനവയ്ക്കെതിരെ ഒരു ന്യായവിധിയുടെ ദൂത് പറയുകയാണ്. 40 ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ ഇടയിൽ കടന്നു വരുവാൻ പോകുകയാണ്. അവർ തങ്ങളുടെ ഭാവിയെ ഓർത്തു. രാജാവ് മുതൽ താഴെത്തട്ടിലുള്ള വ്യക്തികൾ വരെ, മൃഗങ്ങൾ വരെ ആ ഉപവാസത്തിൽ അവർ പങ്കുചേർന്നു. ദൈവത്തോട് അവർ നിലവിളിച്ചു, ദൈവമേ ഞങ്ങളോടൊന്ന് മനസ്സിലിയണമേ എന്ന് അവർ ഓർത്ത് എന്ത് ചെയ്തു? അവർ നിലവിളിച്ചു. ദൈവം എന്ത് ചെയ്തു? ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവി കാലം എന്താണ്? നമ്മുടെ ഭാവിയെപ്പറ്റി നല്ല ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നാളെ ഒരു കുട്ടിക്ക് എക്സാം ആണ്. ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യുന്നു? ഈ സമയം IPL നടക്കുന്നുണ്ട്. നല്ല ഭാവി വേണമെന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞ് എന്ത് ചെയ്യത്തില്ല? നാളെ എക്സാം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? കളി കാണാൻ ഇരിക്കത്തില്ല. അവൻ അറിയാം ഇന്ന് കളി കണ്ടില്ലെങ്കിൽ സ്കോർ എനിക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് നോക്കാം. അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഹൈലൈറ്റ്സ് കാണാമെന്നറിയാം. എൻ്റെ ഇന്നത്തെ പ്രയോറിറ്റി IPL ആര് ജയിച്ചു എന്നല്ല, നാളെയുള്ള പരീക്ഷയിൽ എന്ത് ചെയ്യണം? എനിക്ക് നന്നായി പെർഫോം ചെയ്യണം. അതിനുവേണ്ടി ചിലത് ഞാൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ ഇനിയുള്ള ഓരോ ദിവസവും അതുപോലെ ആയിരിക്കണം. നാം ആത്മീക ലോകത്ത് നോക്കിയാൽ അവർ ആത്മീക ഭാവിയെപ്പറ്റി ആരും ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. ആത്മീക പ്രസ്ഥാനങ്ങൾ വരെ ഈ ഭൂമിയിലുള്ള നിലനിൽപ്പിന് വേണ്ടി, ഈ ഭൂമിയിലുള്ള ഭാവിക്ക് വേണ്ടി പല കാര്യങ്ങളും ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അവർ ആത്മീക ഭാവിയെപ്പറ്റി ഇന്ന് ഞാൻ ഒരുങ്ങിയെങ്കിലേ നാളെ എനിക്കൊരു ദൈവത്തിലൊരു ഭാവി ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ പെടരുത്. ഇത് വ്യക്തിപരമായി നാം എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഞാൻ സ്വർഗത്തിലാണ്, തുടർന്ന് നിത്യ ന്യായവിധിക്ക് യോഗ്യനായി തീരണമോ എന്നുള്ള തീരുമാനം എടുക്കുവാനുള്ള സമയം ഇതാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ, അതാണ് നമ്മുടെ ആസന്നമായ ഭാവി എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ചിന്ത വന്നാൽ, നമ്മുടെ പ്രയോറിറ്റീസ് മാറും. നമ്മുടെ ജീവിത രീതി അതിനെ ചുറ്റിപ്പറ്റിയാകും. നാം എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയാകും. അങ്ങനെയാണ് ഒരു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ ദൈവഭക്തനായി തീരുന്നത്. നമ്മുടെ പ്രയോറിറ്റീസ് ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ആലയത്തിലുള്ള ആരാധനകളെ ചുറ്റിപ്പറ്റിയാണോ നാം ഒരാഴ്ചയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അതോ എൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒരുപക്ഷെ സമയം കിട്ടുമ്പോൾ ഒരു സെഷന് പോകാമെന്നാണോ നാം പ്ലാൻ ചെയ്യുന്നത്? നാം പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം ധ്യാനിക്കുവാൻ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിനുവേണ്ടി നാം വ്യക്തമായ സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? അതോ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിലാണോ നാം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിന്റെ പ്രാരംഭ നിമിഷം ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേലിന് പരാജയം വന്നത്, പല പ്രസ്ഥാനങ്ങൾക്ക് പരാജയം വന്നത്, പല ദൈവസഭകൾക്ക് പരാജയം വന്നത് അവർ ഭാവിയെ ഓർത്തില്ല. ഇന്നത്തെ സന്തോഷത്തിന് വേണ്ടി, ഇന്നത്തെ കാര്യത്തിലുമേക്ക് മാത്രം അവരുടെ ചിന്ത ചുരുങ്ങിയപ്പോൾ അവരുടെ ആ നല്ല ഭാവി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു വരുവാനുള്ള ഒരു അവസരം കൊടുത്തു. 70 വർഷം കഴിയുമ്പോൾ ഒരു മടങ്ങി വരവുണ്ടെന്ന് കർത്താവ് അവരെ ഓർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നാം അന്ത്യകാലത്താണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് അതുപോലെ വീണ്ടും ഒരു ചാൻസ് ഇല്ല. കർത്താവ് വന്നാൽ
നാം എടുക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, മരണം നമ്മെ കൊണ്ടുപോയാൽ പിന്നെ നമുക്കൊരവസരമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ ദൈവം തന്നിരിക്കുന്ന സമയങ്ങളാണിത്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനകളെല്ലാം അതിനു വേണ്ടിയാണ്. ഓരോ മാസവും ദൈവദാസന്മാർ അതിന് എഫേർട്ട് എടുത്ത് ഇടയോഗങ്ങൾ ക്രമീകരിക്കുന്നത്, രാവിലെയുള്ള മോർണിംഗ് പ്രെയർ ക്രമീകരിക്കുന്നത്, അതിനെല്ലാം ഉദ്ദേശം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ, നാം കർത്താവിന് വേണ്ടി ഒരുങ്ങുക, നമ്മെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരേണ്ടതുണ്ടെങ്കിൽ വ്യത്യാസം വരണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഭാവിയെപ്പറ്റി, അത് നാം എങ്ങോട്ടാണ് പോകുന്നത്, അതിനെപ്പറ്റി നല്ലൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് നൽകിയ വചനഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്ക് ആവശ്യമായ ദൈവവചനം വിളമ്പിക്കൊടുക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ അടിയന് തുണ നിൽക്കണമേ, കേൾക്കുവാൻ ദൈവജനത്തെയും അവരുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചരണം കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. ഹല്ലേലൂയ. വായിച്ച വാക്യം ഒരിക്കൽ കൂടെ വായിക്കാമോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, കാരാഗ്രഹ ലേഖനങ്ങളിൽ വരുന്ന ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഹല്ലേലൂയ, കത്ത്. ഹല്ലേലൂയ. ഈ 4 ഹല്ലേലൂയ ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവസഭയെ പറ്റിയുള്ള ചിന്ത തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവരോട് ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കണമെന്നും അവർ ബുദ്ധി ഉപദേശത്തിനു വേണ്ടി അവരെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ തന്ന കാര്യങ്ങളെ എഴുതി അയച്ച കത്തുകളാണ് ഈ 4 ലേഖനങ്ങളും. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം നമുക്കറിയാം, ദൈവസഭയെ പറ്റി ആഴമായ കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ ആ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വന്നാൽ ക്രിസ്തുവിനെ പറ്റി, ഹല്ലേലൂയ, സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാകുന്ന ക്രിസ്തുവിനെ പറ്റി ആഴമായ കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ കൊലോസ്യയിലുള്ള ദൈവസഭയെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പ്രാരംഭമായ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വിടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് നേരിട്ട് പോയി സ്ഥാപിച്ച ഒരു ദൈവസഭയായിരുന്നില്ല കൊലോസ്യയിലുള്ള ദൈവസഭ. ഹല്ലേലൂയ. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിനെ കണ്ടുമുട്ടി എപ്പഫ്രാസ് എന്ന ഒരു സഹോദരൻ തൻ്റെ ജന്മനാടായ കൊലോസ്യയിൽ മടങ്ങിപ്പോവുകയും അതുപോലെ ലവോദിക്ക, ഹീരപ്പോളി, ഈ 2 സ്ഥലങ്ങൾ, ഈ 3 സ്ഥലങ്ങളിലും താൻ സഭകൾ സ്ഥാപിക്കുകയും ആ സഭകളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പൗലോസിനെ കൃത്യമായി അറിയിക്കുന്ന ഒരു അനുഭവം എപ്പഫ്രാസിനുണ്ടായിരുന്നു. എന്നാൽ ചില ദുരുപദേശങ്ങൾ, അതായത് യേശു കർത്താവിലൂടെ രക്ഷ പൂർണ്ണമാകുന്നില്ല. യഹൂദന്മാരുണ്ട്, അവർ പറയുന്നു ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കണമെന്ന് അവിടെ പറയുന്നു. യവനന്മാരുണ്ട്, അവർ പറയുന്നു ഫിലോസഫി, ഈ ക്രിസ്ത്യൻ ഹല്ലേലൂയ ജീവിതവുമായിട്ട് അല്ലെ ദൈവവചനവുമായി കൂട്ടിക്കുഴയ്ക്കുവാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനമതം അന്നുള്ള ഒരു മതം, അതായത് ചിലർക്ക് മാത്രമേ ദൈവിക കാഴ്ചപ്പാട് ലഭിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ, കർത്താവിലൂടെ ലഭിച്ച രക്ഷയെ വില കുറച്ച് കാണുന്ന പല ദുരുപദേശങ്ങളും ആ ദൈവസഭയിൽ ഉണ്ടായിരുന്നു. അവരെ ഒന്ന് തിരുത്തുവാൻ വേണ്ടി കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. 1:15 പറയുന്നു, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശു കർത്താവ്. സർവ്വ സൃഷ്ടിക്കും അവൻ ആദ്യജാതനാണ്, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അതായത് കർത്താവ് നമുക്ക് സകലത്തിനും മതിയായവൻ എന്നുള്ള സത്യം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ദൈവസഭയെ പ്രാരംഭ സമയത്ത്, ഹല്ലേലൂയ ലേഖനത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ നമുക്ക് എഴുതപ്പെട്ടതായി നാം കാണുന്നു. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് താൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കും. ഇപ്പോൾ താൻ എവിടെയാണ്? കാരാഗ്രഹത്തിലാണ്. താൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. ഹല്ലേലൂയ. അവിടെ ആദ്യമായി നാം ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള പദമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള. ഹല്ലേലൂയ. നാം കഷ്ടപ്പാട് സഹിക്കുന്നവരാണ്. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നോട് എൻ്റെ കമ്പനി പറയുകയാണ് 6 മണി വരെയാണ് ജോലി ചെയ്യേണ്ടത്, എന്നാൽ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്താൽ 1 മണിക്കൂർ ഞാൻ ഇത്ര ഒരു 500 രൂപ വെച്ച് തരാം എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരു സാമ്പത്തികമായ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അധ്വാനിച്ചാൽ ഈ ഒരു തുക എക്സ്ട്രാ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ 10 മണി മുതൽ 6 മണി വരെ ജോലി ചെയ്ത് തളർന്നാലും വീണ്ടും ഞാൻ കഷ്ടം അനുഭവിച്ച് എന്ത് ചെയ്യുന്നു? 2 മണിക്കൂർ കൂടെ ഇരിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം ആർക്കാണ്? എനിക്ക് മാത്രമാണ്. ആ എമൗണ്ട് ആർക്കാണ് കിട്ടുന്നത്? എനിക്ക് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. അവൻ ഓൾറെഡി 2 മണിക്കൂർ എക്സ്ട്രാ ടൈം ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവന് കാര്യങ്ങളൊന്നും അത് സാമ്പത്തികമായിട്ട് ആ വിഷയത്തിൽ ഒരു ക്രമീകരണം വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനും എന്ത് ചെയ്യാം, 2 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യാം, പക്ഷേ എനിക്ക് കിട്ടുന്ന തുക ഞാൻ എന്ത് ചെയ്യുകയാണ്? നിനക്ക് തരാം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത്. ആ 2 മണിക്കൂർ ഞാൻ ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ മണിക്കൂർ ജോലി ചെയ്ത് തളർന്നായിരിക്കും ഞാൻ ഇരിക്കുന്നത്. എന്നാൽ എൻ്റെ ആ സഹോദരന് വേണ്ടി, ആ കൂട്ടുകാരന് വേണ്ടി ഞാൻ 2 മണിക്കൂർ വീണ്ടും കഠിനമായി അധ്വാനിക്കുകയാണ്. അതിന് എനിക്ക് ഒരു വേതനവും ലഭിക്കുന്നില്ല. ആ വേദന ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ കൂട്ടുകാരന് കൊടുക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളത്. നമുക്ക് വേണ്ടി നാം കഷ്ടം അനുഭവിക്കാൻ പലപ്പോഴും തയ്യാറാകും. എന്താണെന്ന് അറിയുമോ? അതിൻ്റെ ലാഭം എനിക്കാണ്, എൻ്റെ ദൈവസഭയ്ക്കാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്കാണ്, എൻ്റെ മാതാപിതാക്കൾക്കാണ്, എൻ്റെ ഭാര്യയ്ക്കാണ്. ആ സമയത്ത് ഞാനും നിങ്ങൾ കഷ്ടം അനുഭവിക്കാൻ തയ്യാറാകും. എന്നാൽ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരു ലാഭവും എനിക്കില്ല. ദീർഘനേരം അധ്വാനിക്കുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിന് ക്ഷീണമാണ്, എൻ്റെ ശരീരത്തിന് അത് ബലഹീനമായി വരും. എന്നാൽ ആ വ്യക്തിയെ ഒന്ന് സഹായിക്കണം. ആ വ്യക്തിയോടുള്ള ഒരു ദൈവസ്നേഹം, അല്ലെങ്കിൽ ഒരു സ്നേഹം, കടപ്പാട് എന്നെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ 2 മണിക്കൂർ എനിക്ക് ഒരു ലാഭമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പിതാക്കന്മാരിവിടെ ഇരിപ്പുണ്ട്, അല്ലെ മാതാക്കന്മാരിരിപ്പുണ്ട്. ഹല്ലേലൂയ. പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ മക്കൾക്ക് വേണ്ടി പല കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടാവും, അല്ലേ? അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അവർ 4 മണിക്ക് അവർ എഴുന്നേറ്റ് അവർ ഭക്ഷണം പാകം ചെയ്യും. ഹല്ലേലൂയ. പിതാക്കന്മാർ നിരവധി എക്സ്ട്രാ ടൈം അധ്വാനം ചെയ്യുന്നു. അത് തികഞ്ഞിട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? മക്കളോടുള്ള ദൈവസ്നേഹം, അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹം. ഹല്ലേലൂയ. അതൊരു ദൈവഭക്തനെ പറ്റി മാത്രമുള്ള കാര്യമല്ല. മനുഷ്യരെ നാം നോക്കിയാൽ മതി. ആ മക്കളോടുള്ള സ്നേഹം, തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം. തനിക്ക് ശാരീരികമായി അത് ക്ഷീണമാണ്, തനിക്കത് പ്രയാസമാണ്, എന്നാൽ അത് വകവെക്കാതെ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് പോലെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവത്തിലേക്ക് കഷ്ടം സഹിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എന്ന് ഈ പ്രാരംഭ നിമിഷങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. യേശു കർത്താവ് ഇതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. യേശു കർത്താവ് കഷ്ടം സഹിച്ചത് തനിക്കെന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നതിന് വേണ്ടി ആയിരുന്നില്ല. യേശു കർത്താവിന് സകല സ്വർഗീയ മഹിമകളും അനുഭവിച്ച വ്യക്തിയാണ്. സകലത് തനിക്ക് വേണ്ടിയുള്ളതാണ്, തന്നാൽ ഉളവായതാണ്, തനിക്കിനി ഒന്നും നേടിയെടുക്കാനില്ല. എന്നാൽ യജമാനനായിരുന്ന ആ വ്യക്തി ഒരു ദാസരൂപം എടുത്ത് വന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? ചിലരെയും കൂടെ, എന്നെയും നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? മക്കളാക്കുവാൻ വേണ്ടിയാണ്. യജമാനന് ആരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല. ദാസന്മാരോട് ഓർഡർ ചെയ്താൽ മതി, അത് ഇത് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഒരു യജമാനൻ ഒരു ദാസന്റെ ആ ഒരു സ്ഥാനത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ
പിന്നെ ആ ദാസന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ കഴിയത്തില്ല. യജമാനൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നത് എന്താണ്, ആ ദൈവരൂപത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അങ്ങനെ ആ സ്ഥാനത്ത് ഇരുന്നാൽ മതി. എന്നാൽ താൻ ദാസരൂപം എടുത്ത് എന്ത് ചെയ്തു, താഴെ ഈ ഭൂമിയിലേക്ക് വന്ന് എന്തിനാണെന്നറിയാമോ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച് പിതാവുമായിട്ട് ഒരു നിരപ്പ് എനിക്ക് നിങ്ങൾക്കും തരുവാൻ വേണ്ടിയാണ്. ഏക യാഗമായി തീർന്ന് ആ രക്തത്തിലൂടെ നമ്മുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ് വില നൽകി നിങ്ങളെയും ആ സ്വർഗരാജ്യത്തിലേക്കുള്ള ആ വഴി, വിശാലമായ വഴി നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. തനിക്ക് ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല, ചിലത് നമുക്ക് വേണ്ടി സഹിച്ച് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആദ്യമേ ദൈവസഭയെ പഠിക്കുമ്പോൾ അവരും കഷ്ടം സഹിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ, ചിലരെയും കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 41-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. 5-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. 41. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യമായി എണ്ണപ്പെടുകയാൽ ഞാൻ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അവർ എന്ത് ചെയ്തു, അവർ സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവർ ദൈവവചനത്തെ യേശു കർത്താവിന്റെ നാമത്തെ പറ്റി പ്രസംഗിച്ചത് കൊണ്ട് അവർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. എന്നാൽ ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്ന് ജനത്തിന്റെ മധ്യേ പോയി സുവിശേഷം പറയുക എന്ന് പറയുമ്പോൾ അവർ ഒരു മടിയും കൂടാതെ ആ സുവിശേഷം പറയുമ്പോൾ അവരെ വീണ്ടും പിടിച്ചു കെട്ടുകയാണ്. അവിടെയുള്ള പരീശന്മാരും ഗമാലിയിലേക്ക് ഇടപെട്ട് അവരെ കൊല്ലാതെ അവരെ അടിച്ച് അവർ പണിഷ്മെന്റ് കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്. ആ സമയത്താണ് പറയുന്നത് എന്ത് ചെയ്തു, അവർ ക്രിസ്തുവിന് വേണ്ടി ചിലത് സഹിച്ചപ്പോൾ എന്ത് ചെയ്തു, അവർ സന്തോഷം അനുഭവിച്ചു, സന്തോഷിച്ചു. അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് അവർ തങ്ങളെ തന്നെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. 5-ാം അധ്യായത്തിൽ അവർ സുവിശേഷം പറയുമ്പോൾ പറയേണ്ട കാര്യമുണ്ടായിരുന്നു ശരിക്കും. കാരണം അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു, യേശു കർത്താവിനുള്ള രക്ഷ അവർക്ക് ലഭിച്ചു, അവർ സ്നാനപ്പെട്ടു, അവർ ദൈവമായിട്ടുള്ള ബന്ധം എല്ലാം ഓക്കെയാണ്. എന്നാൽ അവർ മിണ്ടാതെ ഇരുന്നാൽ ചിലരും കൂടെ ആ സത്യത്തിലേക്ക് വരണം, ചിലരും കൂടെ ആ ദൈവത്തിങ്കിലേക്ക് വരണമെന്നൊരു ചിന്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് മിണ്ടാതിരിക്കുവാൻ സാധിച്ചില്ല. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന വ്യക്തിക്ക് സൗഖ്യം പ്രാപിച്ചത് കാരണം വലിയൊരു ജനം അവർ പത്രോസിന്റെ യോഹന്നാന്റെ അടുക്കൽ കടന്നു വരികയാണ്. അവർ പഠിപ്പില്ലാത്തവരാണ്, സാധാരണക്കാരായിരുന്നു. എന്നാൽ അവർ ധൈര്യത്തോടെ യേശു കർത്താവിനെ അവർ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ അവരോട് വളരെ ഒരു കൃത്യമായി പറയുകയാണ്, ഇനി യേശു കർത്താവിനെ കുറിച്ച് നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുമ്പോൾ അവർ ആ വാക്ക് കേട്ട് ഭയന്നല്ല ഇരുന്നത്, പകരം എന്ത് ചെയ്തു, അവർ ദൈവത്തോട് നിലവിളിച്ചതായിട്ടാണ് കാണുന്നത്. കർത്താവേ, ഹല്ലേലൂയ, വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ദൈവദാസന്മാരെ ഒന്ന് എന്ത് ചെയ്യണമേ, ശക്തീകരിക്കണമേ എന്നാണ് പറയുന്നത്. തങ്ങൾക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:17 നമുക്ക് നോക്കാമോ? ഫിലിപ്പിയർ 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. താൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം, ആ അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമാണ് ഒഴിക്കേണ്ടി വരികയെങ്കിൽ ഞാൻ അത് സന്തോഷത്തോടെ ചെയ്യുവാൻ തയ്യാറാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ 2-ാം അധ്യായം തന്നെ പഠിക്കുമ്പോൾ അവിടെ എപ്പഫ്രോദിത്തോസ് എന്നൊരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, ആ എപ്പഫ്രോദിത്തോസിനെ പറ്റി ഹല്ലേലൂയ ഫിലിപ്പിയർ 2:30 ഹല്ലേലൂയ പൗലോസ് പറയുന്നത്, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. ഹല്ലേലൂയ. എപ്പഫ്രോദിത്തോസ് നമുക്കറിയാം, ഹല്ലേലൂയ ഫിലിപ്പിയിലുള്ള ദൈവസഭ ചില സാമ്പത്തിക നന്മകൾ പൗലോസിന് കൊടുക്കണമായിരുന്നു. മാത്രമല്ല തന്നെ ശുശ്രൂഷിക്കുവാനും കൂടെ വേണ്ടിയാണ് ഈ എപ്പഫ്രോദിത്തോസിനെ അയച്ചത്.
എപ്പഫ്രോദിത്തോസ് ദൈവസഭയെ റെപ്രസെന്റ് ചെയ്ത് ആ ദൈവസഭ കൊടുത്ത നന്മയുമായി ദൈവസഭ ഏൽപ്പിച്ച ചുമതലയുമായിട്ടാണ് പൗലോസിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നമുക്കറിയാം കഠിനമായ ജീവിത രീതി ആയതുകൊണ്ടാകാം ഒരുപക്ഷെ, എന്നാൽ താൻ കഠിനമായ രോഗിയായി തീർന്നു, താൻ മരണത്തോളം എത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ദൈവസഭയ്ക്ക് വേണ്ടി ഈ വ്യക്തി കഷ്ടം അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഹാലുലിയ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പിതാക്കന്മാരെല്ലാം ദൈവസഭയെ പണിതത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തയ്യാറായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവിലേക്ക് നയിച്ച ആ വ്യക്തികളെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആ ദൈവദാസന്മാരെ നമുക്കൊന്ന് ഓർത്ത് നോക്കാമോ? നമുക്ക് വേണ്ടി എത്ര തവണ അവർ ഭവനത്തിൽ കയറി ഇറങ്ങി. നാം പലപ്പോഴും നാം പിന്നോട്ട് പോയപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാം പലപ്പോഴും പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ, ദൈവവചനം കേൾക്കാതിരുന്നപ്പോൾ അവർ നമ്മെ ഉപേക്ഷിച്ച് കളയാതെ നമ്മുടെ പിന്നാലെ നടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൽ നാം കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ചെറിയ വിഷയത്തിൽ തന്നെ ഞാനും നിങ്ങൾ വലഞ്ഞ് ഭാരപ്പെട്ടപ്പോൾ നമ്മുടെ ചെറിയ വിഷയങ്ങൾ വരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് കഷ്ടതകൾ ഇല്ലാതിരുന്നിട്ടല്ല, എന്നാൽ അവരുടെ വേദനകളൊക്കെ ഒരു വശത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത അനേക ദൈവഭക്തന്മാർ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഓരോ ദൈവസഭയും പണിയപ്പെട്ടത്. നമ്മുടെ ദൈവസഭയെ തിരിഞ്ഞു നോക്കിയാൽ ദൈവഭക്തന്മാർ എന്തുമാത്രം വില കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെന്തുമാത്രം ഉപവസിച്ചു, എന്തുമാത്രം അവർ കരഞ്ഞു, എന്തുമാത്രം സാമ്പത്തികമായി അവർക്കുള്ള നന്മകൾ ദൈവത്തിനു വേണ്ടി ചിലവാക്കി. ഇന്ന് നാം ഇത്ര സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ പലരും കർത്താവിന് വേണ്ടി പലതും കൊടുക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ സന്തോഷത്തോടെ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എന്നോട് പരിശുദ്ധാത്മ ഓർപ്പിച്ച കാര്യമാണ്, ഞാനും അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് പക്ഷെ ആത്മാക്കൾ കടന്നു വരാത്തത്? കൃപാവരങ്ങൾ കുറവായതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിധി കഴിഞ്ഞ് ആരും കഷ്ടം സഹിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ആരെയും കുറ്റം പറയുന്നില്ല, എന്നെയും കൂടെ ചേർത്താണ് പറയുന്നത്. നാം എല്ലാവരും ഒരു പരിധി കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് താഴെ ഇറങ്ങുവാൻ, നമുക്കുള്ള നന്മകളെ മുഴുവനായി കൊടുക്കുവാൻ കഴിയുന്നില്ല. നമ്മുടെ സമയത്തെ പലപ്പോഴും കൊടുക്കുവാൻ കഴിയുന്നില്ല. ദൈവദാസന്മാരുടെ കാര്യം മാത്രമല്ല, വിശ്വാസികൾക്കും അതിൽ പങ്കുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഒരു വ്യക്തിയെ നേടുവാൻ സാധിക്കുന്നില്ല? ഒരു വ്യക്തിയെ നേടണമെങ്കിൽ എത്ര മാസത്തെ അധ്വാനമാണ് പ്രിയപ്പെട്ടവരെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പിന്നാലെ നാം കടന്നുപോയി ദൈവവചനം പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി കർത്താവിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാതെ, ആ ഒരു ആത്മഭാരം, നാം പരസ്യയോഗങ്ങൾ നടത്തുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് എന്തുകൊണ്ടാണ് എഫക്റ്റീവ് ആകാത്തത്? നാം നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? പുനർപരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദൈവഭക്തന്മാരെ നോക്കിയപ്പോൾ അവർക്കുള്ള സകലതും അവർ ത്യജിക്കുവാൻ തയ്യാറായി. ഒരു ആത്മാവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. ആ ഒരു ആത്മഭാരം, ആ ഒരു ഹൃദയം കർത്താവ് നമുക്ക് നൽകണമേ എന്ന് നാം ദൈവസഭയായി പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇനി സമയം നമുക്ക് അധികം നമ്മുടെ മുന്നിലില്ല. ചിലരെയും കൂടെ രക്ഷിക്കണം, ചിലരെയും കൂടെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ വലിയൊരു ആത്മഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ തരട്ടെ. അതിനുവേണ്ടി നാം ദൈവദാസന്മാരെ പറ്റിയല്ല പറയുന്നത്, മാത്രമല്ല പറയുന്നത് പ്രിയപ്പെട്ടവരെ, സഭാ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരാണ്. അതിൽ വളരെ കഷ്ടതയുണ്ട്, അതിൽ വളരെ വേദനയുണ്ട്. എന്നാൽ അതുപോലെ ദൈവസഭയുടെ ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകളിലും ചുമല് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ വളരെ സത്യസന്ധമായി ഞാൻ പറയട്ടെ, അതിൽ വേദനയുണ്ട്, അതിൽ കഷ്ടതയുണ്ട്. ആലയം ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കുന്ന ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തി ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ആ വ്യക്തി നേരത്തെ കടന്നു വരണം. നാമൊക്കെ സമയത്തെ കടന്നു വരുന്നുള്ളൂ. നേരത്തെ പല കാര്യങ്ങളെ മാറ്റിവെച്ചാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. ആഹാരം പാകം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർ നേരത്തെ വന്നാണ് അധ്വാനിക്കുന്നത്. എല്ലാവരും അത് ചെയ്യുന്നില്ല. ആത്മീക ശുശ്രൂഷകൾ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരുണ്ട്, അതിന് അവർ വില കൊടുത്ത് നിൽക്കേണ്ടി വരും, അതിനുവേണ്ടി കഷ്ടത സഹിക്കേണ്ടി വരും, ഉറക്കം നാം ഇളച്ചിരിക്കേണ്ടി വരും, പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം
അത് നാം എല്ലാ രീതിയിലും പല രീതിയിലും കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മോർണിംഗ് പ്രെയർ ഉള്ള ഒരു ഹല്ലേലൂയ ആലയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് ചിലർക്ക് വേണ്ടി കഷ്ടം നാം സഹിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്നും അതിൽ കയറത്തില്ലല്ലോ. എന്നാൽ നാം ഉറക്കം വിളിച്ച് കയറുന്നത് നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടുവാൻ വേണ്ടിയല്ല. നാം കൂടുതലും പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക്, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക്, ദേശത്തിനും രാജ്യത്തിനും വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഒരു തരത്തിൽ നാം കഷ്ടം അനുഭവിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ലഭിക്കുന്ന നന്മ ഹല്ലേലൂയ അത് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് കഷ്ടം അനുഭവിക്കുന്നതിന് തുല്യമാണ്. സമയം, നമുക്കുള്ള സമയം, നാം പല കാര്യങ്ങൾക്കും ചിലവഴിക്കേണ്ട സമയം ഹല്ലേലൂയ അത് ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ, അത് ആലയത്തിന് നാം കൊടുക്കുമ്പോൾ, ദൈവിക വിഷയങ്ങളിൽ നാം കൊടുക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? കഷ്ടം അനുഭവിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, സന്തോഷത്തോടെ നമുക്കിത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നാം പിറുപിറുപ്പോടെയാണ് കൊടുക്കുന്നത്. ദൈവത്തിന് വേണ്ടി നാം സമയം ചെലവഴിക്കുമ്പോൾ ഹല്ലേലൂയ മടുപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയില്ലേ പ്രിയപ്പെട്ടവർ? ഉണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ നാം ഒറ്റയ്ക്കാണ് നാം ആ വിഷയത്തിൽ അധ്വാനിക്കുന്നതെങ്കിൽ മറ്റാരും നമ്മെ സഹായിക്കുവാനില്ലാതെ വരുമ്പോൾ മടുപ്പ് നമുക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്തിനും ഞാനിത് ഒറ്റയ്ക്ക് ഈ ഭാരം ചുമക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാം. എന്നാൽ നാം ഓർക്കണം, ദൈവമാണ് നമ്മെ ഇത് ഏൽപ്പിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സന്തോഷത്തോടെ അത് സഹിക്കുവാൻ എന്ത് ചെയ്യണം? സാധിക്കണം. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്ന വിളിക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ആ വിളിക്ക് ഒത്തവണ്ണം എന്ത് ചെയ്യണം? നാം അധ്വാനിക്കുവാനും ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ എന്ത് ചെയ്യണം? നാം തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ രണ്ട് ഭാഗങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നാം കഷ്ടം അനുഭവിക്കണം. രണ്ട്, അതിലെന്ത് ചെയ്യണം? നമുക്ക് സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു. നാം ഇത് ഒറ്റ വായനയിൽ നാം വിചാരിക്കും, ക്രിസ്തു കഷ്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല, എന്തോ ഒരു കുറവുണ്ട്, അത് ബാക്കി ഫില്ല് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? ഞാനും നിങ്ങളും ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ അല്ല. നാം വീണ്ടും അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:30 യേശു കർത്താവ് പറഞ്ഞത് നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് ആത്മാവിനെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ കർത്താവ് ചെയ്യുവാനുള്ളത് കംപ്ലീറ്റ് ആയിട്ടാണ് ചെയ്തത്. ക്രൂശ് മരണം ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനാണ് യേശു കർത്താവ് വന്നത്. ജഡത്തിൽ താൻ കഷ്ടം സഹിച്ചു, താൻ രോഗം അനുഭവിച്ചു, താൻ ആയിരുന്ന ആയുസ് ദൈവത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെട്ടിട്ടാണ് കർത്താവ് പോയത്. എന്നാൽ അതിൻ്റെ ശരിക്കും അർത്ഥം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ കഷ്ടത ബാക്കി ഫില്ല് ചെയ്യുക എന്നല്ല, കർത്താവിൻ്റെ കഷ്ടതയിൽ എന്ത് ചെയ്യണം? ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? പങ്കാളികളാണ്. അതിൻ്റെ ഒരു പാർട്ട് ഞാനും നിങ്ങളും ആകണം. കർത്താവ് ക്രൂശ് മരണം ഹല്ലേലൂയ അനുഭവിച്ചത് ആർക്ക് വേണ്ടിയാണ്? സഭയ്ക്ക് വേണ്ടിയാണ്. ആ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ജഡത്തിൽ മനുഷ്യനായി കടന്നു വന്ന്, എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, രക്ഷിക്കേണ്ട സഹോദരന്മാരെന്താണ്? ജഡത്തിലുള്ളവരായതുകൊണ്ട് അവരുമായി സാദൃശ്യപ്പെട്ട് ജഡത്തിലൊരു വ്യക്തിയായി കടന്നു വന്ന് എന്ത് ചെയ്തു? താൻ കഷ്ടം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതുപോലെ എന്ത് ചെയ്യണം? ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ദൈവസഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? കഷ്ടം അനുഭവിക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മുടെ വിളി അനുസരിച്ച് എന്ത് ചെയ്യണം? നാം അത് കൃത്യമായി ചെയ്യണം. പൗലോസിന്റെ വിളിയെപ്പറ്റി നാം ഇന്ന് വായിച്ച കുറിവാക്യത്തിന്റെ തൊട്ടടുത്ത വാക്യത്തിലുണ്ട്. 1:25 വായിക്കാമോ? കൊലോസ്യർ 1:25. നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. തൻ്റെ വിളിയാണ് നിങ്ങൾക്ക് വേണ്ടി, അത് എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയല്ല പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി. വീണ്ടും ആ പദം വരികയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണ നിവർത്തിക്കേണ്ടതിന് ഞാൻ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കും. അതായത് സുവിശേഷം പറയുവാൻ, ദൈവവചനം പറയുവാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് താൻ എന്ത് ചെയ്യണം? ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം
കഷ്ടം അനുഭവിച്ച് എന്ത് ചെയ്യണം, അത് നിവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത് താൻ പറയുമ്പോൾ ജീവിതത്തിൽ താൻ അത് ചെയ്തിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. താൻ സ്വതന്ത്രനായിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ഓടി നടന്ന ആലയങ്ങളിൽ ദൈവവചനം പറഞ്ഞു. തെരുവുകളിൽ താൻ ദൈവവചനം പറഞ്ഞു. വ്യക്തിപരമായി പേഴ്സണലി താൻ ദൈവവചനം പറഞ്ഞു. എന്നാൽ ഇന്ന് അതിനൊന്നും ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലത്താണ് താൻ ആയിരിക്കുന്നത്. ആ കാലഘട്ടത്തുള്ള നാം അവിടുന്ന് പ്രിസൺസ് എല്ലാം പഠിച്ചാൽ, അവിടെ ജയിലറുകൾ നാം അന്നുള്ള അവസ്ഥകൾ നാം ചിന്തിച്ചാൽ, അവരുടെ ഒരു കയ്യോ ഒരു കാലോ ഒരു ചങ്ങല കൊണ്ട് എന്ത് ചെയ്യും, ഒരിടത്ത് ബന്ധിക്കപ്പെട്ടിരിക്കും. മാത്രമല്ല ചെറിയ ചെറിയ അറകൾ, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ചെറിയ സ്പേസിൽ തന്നെ നിരവധി ആൾക്കാർ, നനവുള്ള ഇരുട്ടുള്ള വെളിച്ചമിറങ്ങാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്തത്, അന്നുള്ള വ്യക്തികൾ കിടന്നത്. പൗലോസ് കിടന്ന ആ ജയിലറകളിൽ ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമായിരുന്നു. എന്നിട്ടും തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എന്താണ്, ദൈവസഭയ്ക്ക് എന്ത് ചെയ്യണം, വചനം പകർന്നു കൊടുക്കണം. ദൈവവചന ഘോഷണത്തിനാണ് തന്നെ വിളിച്ചത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്ന് സ്വതന്ത്രനായിരുന്നാലും എൻ്റെ ഒരു കൈ ആമത്തിൽ കിടക്കുകയാണെങ്കിലും, ഞാൻ ഇന്ന് ജയിലറകളിൽ കിടക്കുകയാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി അത് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ച ചെറുതും വലുതുമായ ായിട്ടുള്ള ശുശ്രൂഷകളാകട്ടെ, അത് നാം എന്ത് ചെയ്യണം, അത് നമുക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അത് നാം എല്ലാം തികഞ്ഞതിന് ശേഷം, നമ്മുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചതിന് ശേഷം, നമ്മുടെ എല്ലാ കാര്യം ക്രമീകരിച്ചതിന് ശേഷം ആരെങ്കിലും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് അങ്ങനെ ഒരു സമയം നമുക്കില്ല. ഹല്ലേലൂയ. എല്ലാം സ്വസ്ഥത വന്നിട്ട്, ഒരു സമാധാനം വന്നിട്ട് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ചിലത് സഹിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ സാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:11 പറയുന്നത്, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് യേശു കർത്താവ് ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അതിൻ്റെ ഒരു പാർട്ട് എന്നെ വഹിക്കുവാൻ ഹല്ലേലൂയ തനിക്ക് താല്പര്യമുണ്ടെന്ന് താൻ പറയുകയാണ്. 1 പത്രോസ് 4:13 പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും എന്ത് ചെയ്യുക, സന്തോഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും റോമർ 8:17-18 പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തരുന്ന ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന് വേണ്ടി ചിലത് സഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ദൈവം ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ എന്ത് ചെയ്യട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ ഏൽപ്പിച്ച പല കാര്യങ്ങളും ആത്മാർത്ഥമായി നാം സ്വയം എന്ന ഒരു ചിന്ത കടന്നു വന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രയോജനപ്പെടാൻ സാധിക്കില്ല എന്നാണ് നാം ദൈവവചനം പഠിക്കുമ്പോഴും നമ്മുടെ ചുറ്റും നാം നോക്കിയാൽ കാണുന്നത്. പലരും സുവിശേഷ വേലയെ അല്ലെങ്കിൽ അത് ഒരു സാമ്പത്തികമായി നന്മയുണ്ടാക്കുന്ന വഴിയായി പലരും കണ്ടതുകൊണ്ട് പലരും യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നില്ല. യഥാർത്ഥമായി അവർ ഏൽപ്പിച്ച വേലയെ വിശ്വസ്തയോട് ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളെയും നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹല്ലേലൂയ നമുക്ക് പറയാൻ സാധിക്കണം, ഹല്ലേലൂയ, ഒരു പക്ഷേ നിങ്ങൾ ഒരു സഭാ ശുശ്രൂഷയ്ക്കായിരിക്കത്തില്ല കർത്താവ് വിളിച്ചത്, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിരിക്കും നിങ്ങളെ വിളിച്ചത്. അതിലെന്ത് ചെയ്യണം, കഷ്ടം അനുഭവിക്കാൻ നമുക്ക് തയ്യാറായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ഇതേ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എപ്പഫ്രാസും ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. എന്താണ്? നിങ്ങൾ തികഞ്ഞവരാകണം. ദൈവ ഹിതപ്രകാരം എന്താണെന്ന് അത് തിരിച്ചറിഞ്ഞ് അതിൽ പൂർണ്ണ സ്ഥിരതയോടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാകട്ടെ പ്രിയപ്പെട്ടവരെ, അതിൽ കഷ്ടം അനുഭവിക്കാൻ നാം തയ്യാറായിരിക്കണം. സാമ്പത്തികമായി കൊടുക്കുവാനാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നെങ്കിൽ അതിൽ ദൈവത്തിനു വേണ്ടി ചിലത് സഹിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നു, നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഈ ഒരു അനുഭവം ദൈവസഭയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, ആത്മീക ഗോളത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആത്മീയമായ ഒരു മന്ദത വരും. പിന്നെ ആരാധനയുണ്ട്, പാട്ടുണ്ട്, ശുശ്രൂഷകളുണ്ട്, എല്ലാം ഒരു ക്ലോക്ക് വർക്ക് പോലെ എല്ലാ ആഴ്ചയും നടക്കുന്നത് പോലെ നടക്കും. എന്നാൽ ഒരു ദൈവപ്രവൃത്തി പിന്നെ ആലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങാതെയാകും.
ഹല്ലേലൂയ. ഞാൻ ഹഗ്ഗായി പ്രവചനത്തിലെ ചില ഭാഗങ്ങളും കൂടെ ഓർപ്പിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹഗ്ഗായി പ്രവചനം നമുക്കറിയാം. ഹല്ലേലൂയ. ചെറിയ പ്രവാചകന്മാർ ഇവിടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഹഗ്ഗായി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ പ്രവചന പുസ്തകം എഴുതപ്പെടുമ്പോൾ BC 520 താൻ ഇത് എഴുതുന്നത്. 538 ദൈവിക വാഗ്ദത്ത പ്രകാരം കോരസ് ഹല്ലേലൂയ ദൈവജനത്തെ നാട്ടിലേക്ക് മടങ്ങി അയക്കുകയാണ്. വെറുതെ അല്ല, വെറും കൈയോടെ അല്ല. ചിലത് ആലയപ്പണിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ചില സബ്സിഡികളൊക്കെ കൊടുത്ത് നിങ്ങൾ പോയി എന്ത് ചെയ്യുക, നിങ്ങളുടെ ദൈവത്തിന് വേണ്ടിയുള്ള ആലയം എന്ത് ചെയ്യുക, പണിയുക എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ആ ദൈവജനം പഠിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ബാബേലിലുള്ള എല്ലാവരും എന്ത് ചെയ്തില്ല, അതിനുവേണ്ടി പോയില്ല. ഏകദേശം 50,000 പേരാണ് ആദ്യത്തെ സ്റ്റെപ്പ് പോയത്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ പോകുവാൻ തയ്യാറാകാത്തത്? ഹല്ലേലൂയ. അവർ കാലക്രമേണ ഹല്ലേലൂയ അവർ ബാബേലിലായിരുന്നപ്പോൾ പലരും ധനവാന്മാരായി. പല വാണിജ്യ മേഖലകളിലും അവർ ഇടപെട്ട് അധ്വാനിച്ച് നല്ലൊരു നിലവാരം ജീവിത സാഹചര്യങ്ങൾ ഹല്ലേലൂയ അടിമത്വത്തിലേക്ക് പ്രവാസത്തിലേക്ക് പോയ പലർക്കും ഹല്ലേലൂയ അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ജീവിത രീതി ബാബേലിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ രാജാവ് പോകുവാൻ പറഞ്ഞപ്പോൾ ഒരു 50,000 പേര് മാത്രം എന്ത് ചെയ്തു, അതിനുവേണ്ടി മനസ്സോടെ നാട്ടിലേക്ക് പോയി. നാം അത് ആലോചിക്കണം. വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫാണ് ഇവിടെ. അടിമത്വത്തിലാണ്, പ്രവാസത്തിലാണ് കടന്നു വന്നത്. എന്നാൽ ഇന്ന് ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെട്ടു. എന്നാൽ ഒരു ദിവസം കൊണ്ട് സകലത് ഉപേക്ഷിച്ച് വീണ്ടും ഒരു ദീർഘദൂര യാത്ര ചെയ്ത് വീണ്ടും തകർന്നു കിടക്കുന്ന പട്ടണത്തിൽ പോയി വീണ്ടും ജീവിതം ഒന്നേന്ന് പണിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരും അതിന് തയ്യാറായില്ല. എന്നാൽ ഈ 50,000 പേര് എന്ത് ചെയ്തു, അതിനുവേണ്ടി തയ്യാറായി. ആദ്യമൊക്കെ ഭയങ്കര ഉത്സാഹം. ഹല്ലേലൂയ. ആലയപ്പണിക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ പണി ചെയ്യുകയാണ്. ഹല്ലേലൂയ. കാലം കുറച്ച് വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ എതിർപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങി. എതിർപ്പുകൾ കൂടി വന്നു. അത് മനസ്സ് മടിപ്പായി മാറി. അതിലുപരിയായി എന്ത് ചെയ്തു, എതിർപ്പുകളല്ല, പിന്നത്തേതിൽ ആത്മീകമായ ഒരു മന്ദത, ആലയപ്പണിയോടുള്ള ഒരു താല്പര്യം എന്ത് ചെയ്തു, കുറഞ്ഞു പോയതായി നാം കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. നാം വചനം പഠിക്കുമ്പോൾ ദേശത്ത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. മഴയില്ല, ഇപ്പോൾ നല്ല കൃഷിയില്ല, വരൾച്ചയാണ്, സാമ്പത്തികമായ വരൾച്ച, കൃഷി ഫലങ്ങളിൽ ഒരു വരൾച്ച, ഒരു തരത്തിൽ ഒരു നന്മയും ഒരു ഉയർച്ചയും ഇല്ലാതെ വല്ലാതെ മുരടിച്ച ഒരു അനുഭവത്തിലേക്ക് ജനം തള്ളപ്പെട്ടു. പലരും ഹല്ലേലൂയ ഈ തീരുമാനം അയ്യോ വലിയ അബദ്ധമായി പോയി, ആലയം പണിയാനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിക്കേണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് അവിടെ നിന്നാ മതിയായിരുന്നു, പിന്നത്തേതിൽ കുറച്ച് അധ്വാനിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് പിന്നത്തേതിൽ ആലയപ്പണിക്ക് വന്നാൽ മതി എന്നൊക്കെ മടുപ്പിൻ്റെ വാക്കുകൾ അവരുടെ ഹല്ലേലൂയ മുഷിച്ചില്ല. ഹല്ലേലൂയ. പിന്നീട് ആലയം അവർക്കൊരു ബാധ്യതയായി തീരുവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആലയപ്പണി പൂർണ്ണമായി നിലച്ചുപോയി. ഹല്ലേലൂയ. ആലയപ്പണി നിലച്ചു പോയത് മാത്രമല്ല, ദേശത്തിൻ്റെ നന്മയുടെ വാതിലുകൾ എന്ത് ചെയ്തു, ദൈവം അടച്ചു കളഞ്ഞു. ആ സമയത്താണ് ഹഗ്ഗായി പ്രവചനത്തിലൂടെ ഹഗ്ഗായിലൂടെ എന്ത് ചെയ്യുന്നത്, ദൈവം ഹല്ലേലൂയ അന്നത്തെ ജനത്തോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകൻ്റെ ജീവിതം നോക്കിയാൽ 3 മാസം മാത്രമേ താൻ ശുശ്രൂഷിച്ചിട്ടുള്ളൂ. ദൈവവചനം പഠിക്കുമ്പോൾ യെശയ്യാവ് യെരമ്യാവൊക്കെ 40-50 വർഷങ്ങൾ ശുശ്രൂഷിച്ചപ്പോൾ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ 4-5 അധ്യായങ്ങളിൽ ചുരുങ്ങിയിരിക്കുന്നത് കാരണം പലപ്പോഴും ദൈവ ചുരുക്കം ചില സമയങ്ങൾ മാത്രമേ അവർ ദൈവ ശുശ്രൂഷയ്ക്കായി ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രമേ റെക്കോർഡിക്കലായിട്ട് ഈ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഈ ഹഗ്ഗായിലൂടെ ആലയപ്പണി പുനരാരംഭിക്കുവാൻ ദൈവം എന്ത് ചെയ്തു, ഹഗ്ഗായി പ്രവാചകനെ ശക്തമായി എടുത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഹഗ്ഗായി 1:5 നമുക്കൊന്ന് വായിക്കാമോ? ഹഗ്ഗായി 1:5. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ.
ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. മതി. ഹല്ലേലൂയ. കർത്താവ് അവരെ നോക്കി പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആലയപ്പണി മടുപ്പ് വന്നത് മാത്രമല്ല, ഇപ്പോൾ ആലയപ്പണിയേക്കാൾ പ്രിഫറൻസ് എന്താണ്, പ്രയോറിറ്റി എന്താണെന്ന് അറിയാമോ? സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. അവരുടെ വീടുകളെ അവർ മെച്ചപ്പെടുത്തി. ആലയം തകർന്ന് എങ്ങനെയോ കിടന്നോട്ടെ, ആലയം ശോഷിച്ചു പോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഭവനം നന്നായിരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയുമോ? ദൈവം അവരുടെ വാതിലുകളെ അടയ്ക്കുവാൻ തുടങ്ങി. അവരുടെ നന്മയുടെ വഴികളെ, മുഖാന്തരങ്ങളെ ദൈവം അടച്ചു കളഞ്ഞതായിട്ടാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പക്ഷേ ഹല്ലേലൂയ ഈ ഇതുപോലെയുള്ള വരൾച്ചകൾ വരുന്നത് നാം നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ്? ദൈവിക കാര്യത്തിനാണോ, അത് മറ്റ് സ്വയം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണോ എന്നുള്ളത് നാം ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് പുനർപരിശോധിക്കാനുള്ള സമയമായിട്ട് നാം ഹല്ലേലൂയ എടുക്കണം. ഹല്ലേലൂയ. ദൈവസഭയിൽ എന്തുകൊണ്ട് ദൈവപ്രവൃത്തികൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ പണ്ടത്തെ പോലെ ഒരു ഉണർവ് സംഭവിക്കുന്നില്ല എന്നൊക്കെ നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥമായി നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ്? നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിലാണെന്ന് നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ പരിശോധിക്കണം. ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ഓർപ്പിച്ചത്, നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ്? നിങ്ങൾ ആലയം പണിയാൻ വേണ്ടിയല്ലേ ബാബേലിൽ നിന്ന് സകലതും വിട്ട് വന്നിട്ട് ഇതുകൊണ്ട് നിങ്ങൾ ആലയ പണി ചെയ്യുന്നില്ല എന്ന് ദൈവം അവരോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പലതും ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി വന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയല്ലേ, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാനല്ലേ. എന്നാൽ അതിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടോ? അതിൽ നമുക്ക് മടുപ്പ് വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആദ്യകാലത്തുണ്ടായിരുന്ന അതേ ഒരു താല്പര്യം, വാഞ്ചയും, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം, കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, കർത്താവിനെ പറ്റി ചിലരോട് പറയണമെന്നുള്ള ആ വാഞ്ചയൊക്കെ ഇന്ന് നമുക്കുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമുക്ക് നമ്മെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് നാം ദൈവത്തോട് ഹല്ലേലൂയ ഏറ്റു പറഞ്ഞൊരു മടങ്ങി വരുവാനുള്ള ഒരു സമയമാണ്. ഹല്ലേലൂയ. നാം ഈ ഹഗ്ഗായി പ്രവചനം വായിക്കുമ്പോൾ ആദ്യത്തെ ആലോചന ലഭിക്കുന്നത് ഹല്ലേലൂയ അതിന്റെ 1:1 വായിക്കാമോ? ഹഗ്ഗായി 1:1 വായിക്കാമോ? ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദാ ദേശാധിപതിയായ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും. അവിടെ പറയുന്നത് ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം എന്ത് ചെയ്തു? 1-ാം തീയതിയാണ് ഈ ആലോചന അവർക്ക് ലഭിച്ചത്. എന്നാൽ ഈ അധ്യായം അവസാനിക്കുമ്പോൾ വീണ്ടും ദൈവിക ആലോചന 6-ാം മാസം 24-ാം തീയതി അവർക്ക് ലഭിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? 12-ാം വാക്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവാലോചന അവർക്ക് ഏറ്റെടുക്കുകയാണ്. അവരുടെ ഇടയിൽ വരൾച്ച വന്നത്, അവരുടെ സാമ്പത്തികമായി അവർ മുരടിച്ചു പോയത്, ഒരു വളർച്ചയില്ലാതെ ഉന്നമനമില്ലാതെ ആയിപ്പോയത് അവരുടെ പ്രയോറിറ്റി ദൈവിക വിഷയങ്ങളിൽ കൊടുക്കാത്തതാണെന്ന് ദൈവാലോചന ലഭിച്ചപ്പോൾ ഹല്ലേലൂയ ആത്മീക നേതൃത്വം കൊടുത്തിരുന്ന യോശുവയും ഹല്ലേലൂയ അതുപോലെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കിയ സെരുബ്ബാബേൽ എന്ത് ചെയ്തു? ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു ജനം ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തു. നേതൃത്വവും മടങ്ങി വന്നു, ജനവും എന്ത് ചെയ്തു? മടങ്ങി വന്നു. 1-ാമത്തെ ആലോചന നേതൃത്വ നിരയിലുള്ളവരോടായിരുന്നു. എന്നാൽ ആലോചന ഏറ്റെടുത്തത് ആരൊക്കെയാണ്? നേതൃത്വ നിരയിലുള്ളവരും ദൈവജനവും ഒരുമിച്ച് ഏറ്റെടുത്തു. ആ ആലോചന ഏറ്റെടുത്തതും അടുത്ത ദൂത് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. 13-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടും വീണ്ടും പറയുകയാണ്, ദൈവം സെരുബ്ബാബേലിന്റെയും ഹല്ലേലൂയ യോശുവയുടെയും ശേഷിച്ച ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ദൈവം ഉണർത്തി. ഹല്ലേലൂയ. നാം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ചില കാര്യങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? ദൈവം വീണ്ടും നമ്മെ ബലപ്പെടുത്തും. അവർ മടങ്ങി വരവിന് വേണ്ടി അവർ തയ്യാറായപ്പോൾ ദൈവാത്മാവ് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും പണി എന്ത് ചെയ്യുക? തുടരുക എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ 23 ദിവസം കഴിഞ്ഞപ്പോൾ 1-ാമത്തെ ആലോചന ലഭിച്ചു. 23-ാം ഹല്ലേലൂയ ദിവസം എന്ത് ചെയ്തു? അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന എന്ത് ചെയ്യുകയാണ്? പണി വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? 4 വർഷം കഴിഞ്ഞപ്പോൾ ആലയം പൂർത്തിയായി.
ഹാലലുയ ആലയം പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഹാലലുയ ഈ സന്ധ്യാസമയം ശാന്തമായിട്ടൊന്ന് ഹാലലുയ നമ്മെ തന്നെ ഒന്ന് ഹാലലുയ വിചിന്തനം ചെയ്ത് നോക്കാമോ? നമ്മുടെ ജീവിതത്തിൽ നാം ഹാലലുയ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ആരംഭിച്ച ചില പണികളുണ്ട്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മുരടിച്ചു പോയി. ഇന്ന് വളർച്ചയില്ലാതെ ഇന്ന് ഒരു വരൾച്ചയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മീക ജീവിതം ചില മേഖലകൾ അങ്ങനെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? നേതൃത്വ നിര സെരുബാബേലും യോശുവയും ശേഷിച്ച ജനവും അവർ ഒരുമിച്ച് ഒരു മനസ്സോടെ ആ ദൈവവചനത്തിന് മുൻപാകെ അവർ സമർപ്പിച്ചപ്പോൾ ദൈവം അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം അവരെ മനസ്സുണർത്തി മുടങ്ങിക്കിടക്കുന്ന ചില പണികളെ വീണ്ടും പുനരാരംഭിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അത് അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ചാകുന്നുവെങ്കിലോ എന്ത് ചെയ്യും? വളരെ ബലം വീണ്ടും ചിലത് ജനിക്കുവാൻ അവിടെ ഇടയാകും. പ്രിയപ്പെട്ടവരെ, കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഈ രാത്രികാലം ഒന്ന് സമർപ്പിക്കാമോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഭൂമിയിൽ വന്ന് ജഡത്തിൽ വന്നു. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. പിതാവിൻ്റെ ഇഷ്ടം കൃത്യമായി നിറവേറ്റി അത് ചെയ്തിട്ട് ആണ് കടന്നുപോയത്. ഇന്ന് കർത്താവിന് അക്ഷരാർത്ഥത്തിൽ ഈ ആലയത്തിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുവാനോ രോഗികളെ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യനായി കടന്നു വന്ന് തൊടുവാനോ ഒന്നും സാധിക്കുന്നില്ല. എന്നാൽ നമ്മെയാണ് ദൈവം അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി കർത്താവ് യേശു കർത്താവ് ദൈവസഭയ്ക്ക് വേണ്ടി ചിലത് സഹിച്ചതുപോലെ ദൈവം നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമായ രീതിയിൽ കർത്താവിന് വേണ്ടി ഓടുവാനും അത് ചെയ്യുമ്പോൾ അതിനോടൊപ്പം വരുന്ന കഷ്ടതകളെ സഹിച്ച് ദൈവത്തിനു വേണ്ടി ചിലത് ചെയ്യുവാനും ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ജയിലറകളിൽ കിടന്നിട്ടും ജയിലിൽ കിടന്നിട്ടും പൗലോസ് തൻ്റെ ഉത്തരവാദിത്വത്തെ ഓർത്തു താൻ കത്തുകളെ എഴുതി. മാർട്ടിൻ ലൂതർ താൻ ജയിലിൽ കടന്നപ്പോഴാണ് താൻ ന്യൂ ടെസ്റ്റമെന്റ് ജർമ്മൻ ഭാഷയിലേക്ക് താൻ എന്ത് ചെയ്ത് പരിഭാഷപ്പെടുത്തിയത്. നമുക്കറിയാം ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നൊരു ബുക്കുണ്ട്, പരദേശി മോക്ഷയാത്ര. അത് എഴുതിയ ജോൺ ബനിയൻ 12 വർഷം ബെഡ്ഫോർഡ് എന്നൊരു ജയിലിൽ കിടന്നപ്പോഴാണ് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോഴാണ് ആ ഒരു പുസ്തകം താൻ എഴുതിയത്. പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം കഷ്ടതകളിലൂടെ കടന്നുപോയപ്പോൾ വ്യക്തിപരമായ നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവരാരും മറന്നുപോയില്ല. ആ ദൈവസഭയ്ക്ക് വേണ്ടി ചിലത് കൊടുക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ചിലത് സഹിക്കുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലത് ഏറ്റെടുക്കുവാൻ അവർ വിളിക്കുക ഒത്തവണ്ണം തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവർ തയ്യാറായി. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനാൽ പിടിക്കപ്പെട്ടത്. അതുപോലെ ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ഒരു മടങ്ങി വരവ് വ്യക്തിപരമായി നമുക്ക് നൽകുന്നതിന് വേണ്ടി ആത്മീകമായ ഒരു മടങ്ങി വരവ്, ഒരു അനുതാപമുള്ള ഒരു ഹൃദയം, ദൈവത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ജീവിത രീതി കർത്താവ് നമുക്ക് വീണ്ടും മടക്കി തരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? നാം സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി പലതും നാം ചെയ്യാമെന്ന് തീരുമാനമെടുത്തവരല്ലേ? ആയുസ് തന്നാൽ, ആരോഗ്യം തന്നാൽ പരിശുദ്ധാത്മാവ് പുനരാരംഭിക്കുന്ന രാത്രികാലമാക്കട്ടെ. നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എൻ്റെ സഭയെ പണിയണം. പ്രിയപ്പെട്ടവരെ, അത് നേതൃത്വ നിരയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, സെരുബാബേൽ യോശുവയെ മാത്രമല്ല പണി ചെയ്തത്. ദൈവജനം അവരോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ് ദൈവസഭയുടെ പണി പുനരാരംഭിക്കപ്പെട്ടത്. അതുപോലെ ഒരു മടങ്ങി വരവ് കർത്താവ് നമുക്ക് നൽകുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ, ഹാലലൂയ.
ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചാട്ട് ദൈവമേ, എനിക്ക് നൽകിയ ആരോഗ്യം, എനിക്ക് നൽകിയ നന്മകൾ, എനിക്ക് നൽകിയ വിദ്യാഭ്യാസം, എനിക്ക് നൽകിയ കഴിവുകൾ, എനിക്ക് നൽകിയ പദവികളൊക്കെ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, കർത്താവേ എനിക്ക് നൽകിയ പരിമിതമായ കഴിവാണ് എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കേണ്ട. ഹല്ലേലൂയ, ഒരു താലന്ത് നമുക്ക് തന്നാലും അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ഹല്ലേലൂയ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ചില നിമിഷങ്ങൾ ദൈവവചനത്തിന് മുൻപാകെ ആയിരുന്നുവല്ലോ കർത്താവേ. കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ ഞങ്ങൾ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ചില പണികളുണ്ട് കർത്താവേ. ഞങ്ങളുടെ പ്രയോറിറ്റീസ് കർത്താവേ, ഞങ്ങളുടെ പ്രാധാന്യത ഏതിനാണ് നൽകുന്നതെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഈ രാത്രികാലം സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ചിലർക്ക് വേണ്ടി ചിലത് സഹിക്കുവാൻ, ചിലർക്ക് വേണ്ടി ചിലത് ഹല്ലേലൂയ കഷ്ടം സഹിച്ച് ചിലരെ നേടിയെടുക്കുവാനുള്ള ഒരു മനോഭാവം, ഹല്ലേലൂയ ഒരു ആത്മഭാരം, ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തെ ഒരിക്കൽ കൂടെ ഒന്ന് ഉണർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവസഭയെ അങ്ങ് ഓർക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കണമേ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് ഓർക്കണമേ. ഒരു ഉണർവിന്റെ കാറ്റ് കർത്താവേ വീണ്ടും അന്ത്യകാലത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ മേലയക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എടുത്തുപയോഗിച്ചതിൽ ഉപരിയായ കർത്താവേ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ, അതിൻ്റെ പരിമിതികളെല്ലാം കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവേ. ഒരു പുതിയ ബലത്താൽ, ഒരു പുതിയ ശക്തിയാൽ ഈ രാത്രികാലം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മുതൽ വ്യത്യാസം വരട്ടെ കർത്താവേ. ഞങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ചില പ്രാർത്ഥന ഹല്ലേലൂയ ജീവിതമുണ്ട് കർത്താവേ, അത് വീണ്ടും വീണ്ടും പണിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിന്റെ മേഖലകൾ ചിലത് പണിയപ്പെടേണ്ടതുണ്ട് കർത്താവേ. അത് ഇന്നു മുതൽ പണി പുനരാരംഭിക്കട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവഭക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവസഭയെ അങ്ങ് നിലനിർത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും പണിയണമേ, വീണ്ടും ഈ കാലഘട്ടത്തിൽ വീണ്ടും ദൈവത്തിന് വേണ്ടി ശക്തമായി തുടർന്ന് നിലനിൽക്കുവാൻ ഈ ദൈവസഭയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തിട്ട് കർത്താവേ അങ്ങ് ഞങ്ങളോട് തുടർന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് പ്രാർത്ഥനയാതിനെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം തന്ന രണ്ട് ദൈവദാസന്മാരോടും ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, ഞങ്ങളെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജിനു ജോസഫിനോടുള്ള നന്ദി സഭയുടെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ ശാന്തമായി ദൈവത്തിൻ്റെ ആത്മാവ് അനേക കാര്യങ്ങൾ ആ വചനങ്ങളിലൂടെ നമ്മോട് ഇടപെടുവാനിടയായല്ലോ. പ്രാരംഭമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഭാവി കാലം ഓർത്ത് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കണം, പദ്ധതി ചെയ്യണമെന്ന് കേൾപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ഭാവിയിൽ നമുക്ക് ദൈവം എന്തൊക്കെയാണോ തരുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മിലൂടെ എന്തൊക്കെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ, അത് മുൻകണ്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ വേലകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം കേൾപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ഭാവി കാലം ഓർത്ത് പുഞ്ചിരിയിടുന്നവരായിരിക്കണം. ഇന്ന് പകൽക്കാലം ആ വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പല വചനങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നിട്ടും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ ചില കഷ്ടങ്ങൾ സഹിക്കുന്നു എന്നുള്ളത് അത് കർത്താവ് പൂരിപ്പിച്ചതിന് ഹല്ലേലൂയ കർത്താവിന് ചെയ്യുവാൻ കഴിയാത്തതെന്നുള്ളതല്ല. ഹല്ലേലൂയ പൂരിപ്പിച്ചത് ആ ഭാഗങ്ങൾ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ അത് തികയ്ക്കുന്നു എന്നുള്ള അനുഭവത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കഷ്ടത ഏറ്റെടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിപ്പാൻ, ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മെ ആക്കിയ സ്ഥാനങ്ങളിൽ നമ്മുടെ സമയം, നമ്മുടെ സാമ്പത്തികം, നമ്മുടേതായ ദൈവം തന്ന ബുദ്ധി, ജ്ഞാനം, ഹല്ലേലൂയ ദൈവം തന്ന കൃപകൾ, ദൈവം നമ്മെ പഠിപ്പിച്ച വചനങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുന്നവരായി തീരുവാൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണമെന്ന് ആ വചനങ്ങളെ ദൈവം നമുക്ക് കേൾപ്പിക്കാനിടയായല്ലോ.
ഹഗായി ഹല്ലേലൂയ പ്രവചനത്തിൽ ഹല്ലേലൂയ യോശുവയും ഹല്ലേലൂയ സെരുബാബേലുമൊക്കെയും ഹല്ലേലൂയ അവരുടെ കേട്ട വചനത്തിനൊത്തവണ്ണം ദൈവം സംസാരിച്ച വചനത്തിനൊത്തവണ്ണം അവർ ദൈവസന്നിധിയിൽ സ്ഥാനപ്പെട്ട് ആലയത്തിൻ്റെ പണി വേഗത്തിൽ നടത്തിയെന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം രാത്രികാലം കേട്ടല്ലോ. കേട്ട എല്ലാ വചനത്തിന് മുൻപിലും ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്കെല്ലാവർക്കും ഏൽപ്പിക്കാം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നമുക്ക് ദൈവം തന്ന ഓരോ അനുഭവങ്ങളുടെ മധ്യയിലും നമുക്കുള്ളതെല്ലാം ദൈവം തന്ന എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം ഹാലലിയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹാലലി ഭാവി കാലത്തെക്കുറിച്ച് ഒരു വലിയ ശ്രദ്ധയുള്ളവരായിട്ട് ഇന്നുള്ള വിഷയങ്ങളല്ല, ഇന്നത്തെ കാര്യം നേടുക എന്നുള്ളതല്ല, നാളത്തേക്ക് വേണ്ടി ഹാലലിയ നാം കരുതുന്നവരായി പദ്ധതി ഇടുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കേൾക്കുന്ന വചനപ്രകാരം നമുക്ക് ഒരുങ്ങേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ആ വചനത്തിനായി സ്തോത്രം പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രി വേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയുടെ ദാസൻ ജിരുഭാസിലൂടെ കേൾപ്പിച്ച എല്ലാ അനുഗ്രഹീത വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഭാവിയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ, നാളെക്കുറിച്ച് കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്നുള്ള പദ്ധതി എന്തെന്ന് മുന്നമേ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാനും പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനും ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. സഭയാം ഹല്ലേലൂയ കൂടാരത്തിന് വേണ്ടി സഭയുടെ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ശരീരമായിരുന്ന സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരായിരിക്കാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ. ഞങ്ങൾക്ക് ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് അങ്ങയുടെ നാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങയുടെ വചനം ശബ്ദമാലോചനകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ യഥാസ്ഥാനപ്പെട്ട് അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ സ്തോത്രം ആലയം പണിയുവാൻ ഞങ്ങളെല്ലാവരെയും സഭയായി ഒരുക്കണമേ കർത്താവേ. ഈ പ്രാരംഭ ദിനം ഇടപെട്ട എല്ലാ വചനങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം, തൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം. കഴക്കൂട്ടം സഭയിൽ ഒരു അനുഗ്രഹമായി പിന്നെയും നിലനിർത്തിക്കൊള്ളണമേ. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ദേശത്തിന് ഈ സഭയ്ക്കൊക്കെയും ഒരു അനുഗ്രഹമായി കുടുംബമായി അവരെ പിന്നെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലി തന്ന എല്ലാ വചനങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗ്ഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസ വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാളെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലൈജു PJ പാമ്പാടി നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ എല്ലാ ദൈവമക്കളും തക്ക സമയത്ത് തന്നെ കടന്നു വന്ന് ഹല്ലേലൂയ രാവിലെ 10:30 തന്നെ കടന്നു വന്ന് ശുശ്രൂഷകളിൽ പ്രാർത്ഥനയിൽ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.